JK റിവ്യൂ വേൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി അപർണ കോംബോയിൽ വന്ന പടം മിറാഷിൻ്റെ റിവ്യൂ ആണ് നമ്മളിടുന്നത്. തീരെ മോശമല്ലാത്തൊരു ത്രില്ലർ, അങ്ങനെ മാത്രം പറയാം. കാരണം പടത്തിൻ്റെ ഒരു അവസാനത്തെ 30 മിനിറ്റാണ് നമുക്ക് ഇതൊരു ജിത്തു ജോസഫിൻ്റെ ഒരു ത്രില്ലർ മൂവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഈ പടത്തിനകത്തുണ്ട്. പക്ഷെ ചിലതൊക്കെ വെറുതെ കഥയ്ക്കിടയിൽ കുത്തിത്തിരിക്കുക പോലുള്ള അനുഭവമാണ് നമുക്ക് കിട്ടുക. ഈ ആവശ്യമില്ലാണ്ട് കഥയ്ക്ക് ഉള്ളിൽ കുറേ എരുമ്പുളി ചേർക്കാൻ വേണ്ടി കുത്തിത്തിരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പടത്തിലെ ഇൻ്റർവെല്ലിന് കുറച്ച് മുന്നേ ഒരു തീപിടുത്തത്തിൻ്റെ സീനിൽ റിവീലാകുന്ന സംഗതിയും ഇൻ്റർവെല്ല് സീനിലുള്ള ടിസ്റ്റും ഒക്കെ കൊച്ചു പിള്ളേർക്ക് പോലും ആദ്യം മുതൽ മനസ്സിലാവും. ഇത് ക്ലൈമാക്സിലേക്ക് വെച്ചേക്കുവാണോ എന്ന നിരാശ മാറ്റി ഇൻ്റർവെല്ല് കൊണ്ട് അതങ്ങോട്ട് പറഞ്ഞ് വെച്ച ശേഷമാണ് അല്പമെങ്കിലും പടം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയത്. സെക്കൻഡ് ഹാഫ് തിരക്കേടില്ലാത്ത പോകുന്ന സമയത്തും ഒരു വമ്പൻ ത്രില്ലർ എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് കിട്ടില്ല. അവസാനം ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത പോലൊരു ക്രിഞ്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ ആയിട്ട് പടം തീരാൻ പോകുന്നു എന്നിടത്ത് നിന്നും ലാസ്റ്റ് ജിത്തു ജോസഫിൻ്റെ കയ്യൊപ്പ് പതിച്ച പോലൊരു ക്ലൈമാക്സ്, അത് സൂപ്പറായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പോയി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നും. അതും ഇൻ്റർവെല്ലിന് ശേഷം. സംവിധായകൻ ജിത്തു ആണല്ലോ എന്നോർത്ത് പുള്ളിയുടെ ഒരു ക്ലാസിക് ത്രില്ലറൊക്കെ ഉണ്ടല്ലോ, ദൃശ്യം പോലത്തെ ത്രില്ലർ, മെമ്മറീസ്, സുരേഷ് ഗോപിനെ വെച്ചിട്ടൊരു പടമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആളെടുത്ത്. അങ്ങനെ അപ്പോൾ ഓർമ്മയിൽ പ്രതീക്ഷിച്ചു വെച്ചിട്ട് ഒരു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒഴുക്ക് കുറവ് നമുക്ക് ഫീൽ ഉണ്ടാവും. ഒരു ഫ്ലോ ഇല്ല, ഫ്ലോ വളരെ സ്ലോ ആണ്, വേറെ രീതിയിലൊക്കെയാണ്. ഇപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൽ പോപ്പുലർ ആയതിൽ വെച്ചിട്ട് ഏറ്റവും വീക്ക് ഡയറക്ടർ ജിത്തു ജോസഫ് ആയിരിക്കാനാണ് സാധ്യത. അവനാണ് ഡയറക്ഷൻ ഉണ്ടാകും. ഓൾറെഡി ആളുടെ മെമ്മറീസിലെ ഡയറക്ഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല അന്യായ സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൃശ്യം, മൈ ബോസ് ഒക്കെയുള്ള എന്താ പറയുക മെമ്മറീസ്, അതുപോലെയുള്ള നല്ല തീപ്പാർന്ന നല്ലൊരു അടിപൊളി ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ജിത്തുവിൻ്റെ അടുത്തുനിന്ന്. ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിനെ ഡയറക്ഷൻ കൊണ്ട് ഒന്ന് പൊക്കി കൊണ്ടുവരാൻ ഇയാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യസന്ധമായിട്ട് മറുപടി പറയാൻ സാധിക്കില്ല. എക്സാമ്പിൾ കൂമൻ. ഈ കൂമൻ്റെയും ദൃശ്യം 2-ൻ്റെ ഒക്കെ ടെക്നിക്കൽ സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ദൃശ്യം 2 പോലെ ഇന്ത്യ മൊത്തം കാത്തിരുന്ന ഒരു പ്രൊജക്റ്റൊക്കെ പക്കാ സീരിയൽ ലെവലിലാണ് മേക്കിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ വ്യൂ പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വ്യൂ പോയിൻ്റിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ വൻ വിജയമായ ദൃശ്യം അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ പക്കയായിട്ടല്ലേ വേണ്ട ചെയ്യാൻ. അപ്പോൾ അതുപോലെ ഒരു പക്കയായിട്ട് തോന്നിയില്ല, ഒരു സീരിയലൊക്കെ പോലെ ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്തിരുന്നു ആ ഡയറക്ഷനാണ് പറഞ്ഞത്. ജിത്തു അടുത്ത സിനിമകളൊക്കെ അതിഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. OTTയിൽ വരാൻ കാത്തിരിക്കാതെ തിയേറ്ററിൽ പോയി കാണുക, പടം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ 8th വീക്കിൻ്റെ സ്റ്റാർട്ടിങ് ഡേ ആണ്. അപ്പോൾ ജിത്തു ജോസഫും ആസിഫ് അലിയും അർജുനിലൊക്കെ അതിനകത്ത് പോയിട്ടുണ്ട് പ്രമോഷൻ്റെ ഭാഗമായിട്ട്. അതിനകത്ത് അപ്പോൾ തിരക്കഥ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അനീഷിൻ്റെ ടീമാണ് വിജയിച്ചതെന്നാണ് കേൾക്കാൻ സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു തുടക്കക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാത്ത സംഭവങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നന്നാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മളുടെ ഈ ചാനൽ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ്, സിനിമ റിവ്യൂസ്, സ്പോർട്സ് റിവ്യൂ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.